സോ ഹേ ഗൈസ്, നമ്മുടെ ഈ ചെറിയൊരു പ്ലാന്റ് ടാങ്കിൻ്റെ അപ്ഡേഷൻ ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഇതിനകത്ത് അത്യാവശ്യം ഒരു പക്ക എക്കോസിസ്റ്റം കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്ത് കുഞ്ഞുങ്ങൾ, നമ്മുടെ ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങൾ ഇറങ്ങി അത്യാവശ്യം അത് വലിപ്പം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് മെയിൽസിനൊക്കെ കൂടെ ആഡ് ചെയ്തായിരുന്നു, മിക്സഡ് മെയിൽസ് കോയിൽസിനൊക്കെ ആഡ് ചെയ്തായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ച പ്ലാറ്റീസ് അതേ കണക്കുണ്ട്, ഇതുണ്ട് കോഴിയുടെ മെയിൽ ഫീമെയിൽ എല്ലാം കിടപ്പുണ്ട്. അപ്പം ഈ ടാങ്ക് ഇവിടെ നിൽക്കേ നമ്മൾ ഇവിടെ ഒരു 3 പ്ലാന്റ് ടാങ്ക് കൂടി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ എയറേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ ഫാമിലുണ്ടായിരുന്ന എയറേഷൻ്റെ കംപ്രസറാണിത്. അപ്പോൾ ഇതിലേക്ക് നമ്മളിത് ഇതേപോലെ 5 നോബ് കണക്ട് ചെയ്തിട്ട് ഇനി ഇവിടെ മൊത്തം പ്ലാന്റ് ടാങ്ക്സ് വരാനുള്ള പ്ലാനിങ് ആണ്. ഏത് മീനെ ഇടുന്നൊന്നും പ്ലാനില്ല, കാരണം നമ്മൾ സെയിലും കാര്യങ്ങളല്ല ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഹോബി എന്നുള്ള രീതി ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മൾ വരുന്ന വീഡിയോയിലെല്ലാം കൊടുക്കുന്നതായിരിക്കും. സോ ഇതിലേക്കൊക്കെ കുറേ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാനുണ്ട്. നമുക്കിവിടെ ഒരു തോടുണ്ട്, തോട്ടിൽ പോയി പ്ലാന്റ്സ് കളക്ട് ചെയ്യണം. ഈ പ്ലാന്റ്, ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതൊക്കെ നമ്മൾ തോട്ടിൽ നിന്ന് കളക്ട് ചെയ്ത പ്ലാന്റാണ്. ഞാൻ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. ഇഷ്ടംപോലെ ഗപ്പീസ് ബ്രീഡായിട്ടുണ്ട്. മെറ്റാലിക് ബ്ലൂ മൊസൈക്ക് ജിയറാണ് കാണുന്നത്. ഇങ്ങനെ കുറേ മീൽസിനെ നമ്മളിതിലേക്ക് ആഡ് ചെയ്തായിരുന്നു. ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു എക്കോസിസ്റ്റം നമ്മുടെ ഇതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ടാങ്ക്സിലെല്ലാം നമ്മൾ അങ്ങ് വരെ ടാങ്ക് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ടാങ്ക്സ് വെക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഗപ്പീസിന് നമ്മളിപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിൻസ് വീനാണ്. പ്രിൻസ് വീൻ അത്യാവശ്യം നല്ലൊരു ഫീഡാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോയിൽ കാണിക്കാം.